ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ഷൊർണൂർ കുളപ്പുള്ളി മേഖലയിൽ മഞ്ഞപ്പിത്തവും വയറിളക്കവും പടരുന്നതായി പരാതി. മഞ്ഞപ്പിത്തം ബാധിച്ച നഗരസഭാ കൗൺസിലറുടെ മകൾ മരിച്ച വീട്ടിൽ ബന്ധുവായ പെൺകുട്ടിക്കും മഞ്ഞപ്പിത്തം ബാധിച്ചു. കുളപ്പുള്ളി കല്ലിപ്പാടം ഭാഗത്താണ് മഞ്ഞപ്പിത്തവും വയറിളക്കവും ഛർദിയും പടരുന്നത്. പ്രശ്നത്തിൽ അടിയന്തര പരിശോധനകൾ ആവശ്യമാണെന്ന് BJP ആവശ്യപ്പെട്ടു. മഞ്ഞപ്പിത്തം ബാധിച്ച് പെൺകുട്ടി മരിച്ചിട്ടും കാരണം കണ്ടെത്താനോ പരിഹരിക്കുവാനോ ആരോഗ്യ വിഭാഗം ശ്രമിച്ചില്ലെന്നും BJP കൗൺസിലർ K. പ്രസാദ് ആരോപിച്ചു. വാർഡുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന അസുഖബാധിതരെ കുറിച്ചുള്ള വിവരങ്ങൾ ആശാ വർക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും പരാതിയുണ്ട്. ആരോഗ്യ പരിശോധന വ്യാപിപ്പിക്കണമെന്നും ബോധവൽക്കരണം നടത്തണമെന്നും BJP കുളപ്പുള്ളി ഏരിയ അധ്യക്ഷൻ MK വിപിൻനാഥ് ആവശ്യപ്പെട്ടു. ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി, സർക്കാർ ആശുപത്രി മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും നേതാക്കൾ പരാതി നൽകി. ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ റിപ്പോർട്ട് ചെയ്യാതെ നിരവധി ആളുകൾ സമാനമായിട്ടുള്ള അസുഖവുമായി മഞ്ഞപ്പിത്തം ബാധിച്ച് ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഇതിന് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഓഫീസർ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച യാതൊരു വിധ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അനന്യ എന്ന മരണപ്പെട്ട വ്യക്തി, ആ കുട്ടിയുടെ ഡെത്ത് സമ്മറി ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പോലും അറിയില്ല എന്ന രീതിയിലാണ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്. ഇവിടെ തികച്ചും നിരുത്തരപരമായിട്ടുള്ള അത്തരത്തിലുള്ള സമീപനമാണ് മെഡിക്കൽ ഓഫീസർ ഭാഗത്തുണ്ടായിട്ടുള്ളത്. VCV ന്യൂസ്, ഷൊർണൂർ. You are watching VCV News.